പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BBA ഓണേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സെക്കൻഡ് സെമസ്റ്ററിലെ മേജർ സബ്ജക്റ്റ് ആയിട്ടുള്ള ബിസിനസ് എക്കണോമിക്സ്, അതിലെ മൊഡ്യൂൾ 2 ഫൗണ്ടേഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അതിലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, അതുപോലെ അതിന്റെ ആൻസറുമാണ്. 3 മാർക്സിന്റെ ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ. ഫസ്റ്റ് വൺ ഈസ് കൺസ്യൂമർ ഡിമാൻഡ്. Consumer demand refers to the quantity of a good or service that a consumer are willing and able to buy at different price over a period of time. ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഡിഫറെന്റ് പ്രൈസിൽ കൺസ്യൂമർ ഒരു ഗുഡ് വാങ്ങാൻ തയ്യാറായിട്ടുള്ളതും അതേപോലെ ഏബിൾ ആയിട്ടുള്ള അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുക കൺസ്യൂമർ ഡിമാൻഡ്. ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫാക്ടേഴ്സ് സച്ച് ആസ് പ്രൈസ്, ഇൻകം, പ്രിഫറൻസ് ആൻഡ് മാർക്കറ്റ് കണ്ടീഷൻ. കാർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ, ഒരു ഫുഡ് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ. അതിലെ കാർഡിനൽ യൂട്ടിലിറ്റി ഉണ്ട്, ഓർഡിനൽ യൂട്ടിലിറ്റി ഉണ്ട്. കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ യൂട്ടിലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും, ന്യൂമറിക്കൽ ടേമിൽ മെഷർ ചെയ്യാൻ കഴിയും എന്നുള്ളത് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. ഓർഡിനൽ യൂട്ടിലിറ്റി പറയുന്നത് യൂട്ടിലിറ്റി നമുക്ക് നമ്പർ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് റാങ്ക് ചെയ്യാം. ഇതിനാണ് ഏറ്റവും കൂടുതൽ, ഇതിനാണ് പിന്നെ ഉള്ളത്, അങ്ങനെ നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി അടുത്തത് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി റെഫേഴ്സ് ടു ദ സാറ്റിസ്ഫാക്ഷൻ ഓർ പ്ലഷർ എ കൺസ്യൂമർ ഡിറൈവ് ഫ്രം കൺസ്യൂമിങ് എ ഗുഡ് ഓർ സർവീസ്. ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സബ്ജക്റ്റീവ്, ഇത് സബ്ജക്റ്റീവ് ആണ് ആൻഡ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് ഒരു സാധനം കൺസ്യൂം ചെയ്യുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ മറ്റൊരാൾക്ക് ഉണ്ടാകുന്നത് സബ്ജക്റ്റീവ്. യൂട്ടിലിറ്റി ഹെൽപ്സ് കൺസ്യൂമർ ഡിസൈഡ് ഹൗ ടു അലോക്ക് ദെയർ ലിമിറ്റഡ് റിസോഴ്സ് ടു മാക്സിമൈസ് സാറ്റിസ്ഫാക്ഷൻ. യൂട്ടിലിറ്റി എന്ന് പറയുന്ന കാര്യം കൺസ്യൂമറിന് സഹായിക്കുന്നുണ്ട്. എന്തിന്? അവരുടെ ഇൻകം അല്ലെങ്കിൽ അവരുടെ റിസോഴ്സ് അലോക്കേറ്റ്, ലിമിറ്റഡ് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യാൻ എന്തിന്? മാക്സിമൈസ് സാറ്റിസ്ഫാക്ഷൻ. മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി is a extra utility or satisfaction a consumer derive from consuming one additional unit of a product while keeping everything else constant. ഒരു സാധനം നമ്മൾ കൺസ്യൂം ചെയ്യണം, ആ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒന്നും കൂടി ആ സാധനം തന്നെ കൺസ്യൂം ചെയ്യണം. ഒരു ബിരിയാണി കഴിച്ചു, വീണ്ടും ഒരു ബിരിയാണി കഴിക്കുമ്പോൾ ആ രണ്ടാമത് ബിരിയാണി കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന യൂട്ടിലിറ്റി എന്ന് പറയാ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് mu is equal to change in TU divided by change in Q. Marginal utility theory. Marginal utility theory, a theory in economics that said that additional satisfaction consumer gain from consuming one more unit of a good or service decrease or as consumption increase. നമ്മൾ one more unit, നമ്മൾ ആദ്യം നമ്മളൊരു ബിരിയാണി കഴിച്ചു, വീണ്ടും ഒരു ബിരിയാണി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആദ്യത്തേതിന്റെ അത്ര സാറ്റിസ്ഫാക്ഷൻ രണ്ടാമത് ഉണ്ടാവില്ല എന്ന്. വൺ മോർ യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ, കൺസംഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന യൂട്ടിലിറ്റി എന്തെയും കുറയും എന്നുള്ളതാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ പ്രിൻസിപ്പിൾ നമ്മൾ ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് പറയേണ്ട ആവശ്യമില്ല. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി നോക്കുക. ആദ്യത്തെ യൂട്ടിലിറ്റി 30 ആയിരുന്നു, രണ്ടാമത് യൂട്ടിലിറ്റി 20. മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞ് വരിക. അതിനെന്ത് പറയാ? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഇനി ഡിമാൻഡ് എസ്റ്റിമേഷൻ. ഡിമാൻഡ് എസ്റ്റിമേഷൻ ഇൻവോൾവ് ക്വാണ്ടിഫൈയിങ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് ഡിറ്റർമിനന്റ്. ഡിമാൻഡും ഡിമാൻഡിന്റെ ഡിറ്റർമിനൻസ് പ്രൈസ്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, പ്രൈസ് എക്സ്പെക്ടേഷൻ, വെദർ, പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി, ഇതൊക്കെ. ഇതും ഡിറ്റർമിനൻസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ക്വാണ്ടിഫൈ ചെയ്യുന്നതിന് ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയാം. ഇത് ബിസിനസ്സസ് ആൻഡ് പോളിസി മേക്ക് എസ്റ്റിമേറ്റ് ഡിമാൻഡ് ടു ഫോർകാസ്റ്റ് ഫ്യൂച്ചർ സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യും. അതേപോലെ സെറ്റ് പ്രൈസ് ആൻഡ് പ്ലാൻ പ്രൊഡക്ഷൻ ലെവൽ. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഒരു ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഫ്യൂച്ചറിലുള്ള ഡിമാൻഡ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡാറ്റ, മാർക്കറ്റ് ട്രെൻഡ്സ് ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇതിന്റെ മുൻപുള്ള നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ, മാർക്കറ്റിലെ ട്രെൻഡ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇറ്റ് ഹെൽപ്സ് ബിസിനസ് മേക്ക് ഇൻഫോർമഡ് ഡിസിഷൻ അബൌട്ട് പ്രൊഡക്ഷൻ, പ്രൈസിംഗ്, ഇൻവെന്ററി ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ. ഇത് ബിസിനസ്സിനെ ചെയ്യുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യും, അവർക്ക് സഹായകരമായിട്ട് ഇൻഫർമേഷൻ കൊടുക്കും. എന്തിനെ കുറിച്ച്? എത്ര പ്രൊഡക്ഷൻ നടത്തണം, പ്രൈസിങ് എന്ത് ചെയ്യണം, ഇൻവെന്ററി എത്ര വേണം, റിസോഴ്സ് അലോക്കേഷൻ എങ്ങനെ. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ഡിമാൻഡ് എസ്റ്റിമേഷനും ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാണ് നമ്മളെ കയ്യിലുള്ള ഡാറ്റയുടെ മാർക്കറ്റ് റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ച്. അതിനെ ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയും. എന്നാൽ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് ഫ്യൂച്ചറിലെ ഡിമാൻഡ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയും. കോസ്റ്റ് കൺസെപ്റ്റ്. എന്താ വാട്ട് ഈസ് കോസ്റ്റ്? കോസ്റ്റ് റെഫേഴ്സ് ടു ദ ടോട്ടൽ എക്സ്പെൻസ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ഓർ സർവീസ്. നമ്മൾ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസിന് എന്ത് പറയാ? cost എന്ന് പറയാം. It include all expenditure related to raw material,
ലേബർ, മെഷീനറി, യൂട്ടിലിറ്റീസ്, റെന്റ്, അതർ ഇൻപുട്ട്, എല്ലാ ഇൻപുട്ടുകൾക്കുള്ള എല്ലാ എക്സ്പെൻസും അതിൽ ഉൾക്കൊള്ളും. നെസസറി ഒരു പ്രൊഡക്ഷൻ നടത്താൻ വേണ്ട അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്ന. അക്കൗണ്ടിങ് കോസ്റ്റും എക്കണോമിക് കോസ്റ്റ് ഉണ്ട്. മണി കോസ്റ്റ് ആർ ടോട്ടൽ മണി എക്സ്പെൻസ് ഇൻകേർഡ് ബൈ എ ഫേം ഇൻ പ്രൊഡ്യൂസ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റിനെ മണി കോസ്റ്റ്. ദേ ഇൻക്ലൂഡ് വേജ്, സാലറി ഓഫ് ലേബർ, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ, എക്സ്പെൻഡിച്ചർ ഓഫ് മെഷീൻ, എക്യുപ്മെന്റ്. ഇതൊക്കെ ഇതിന് അക്കൗണ്ടിങ് കോസ്റ്റ്. നമ്മൾ അക്കൗണ്ടിങ് ഉൾക്കൊള്ളുന്ന കോസ്റ്റിനെ അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറയും. എക്കണോമിക് കോസ്റ്റ് ആണ് മണി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഫിക്സഡ് കോസ്റ്റ്, ദിസ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ് റിഗാർഡ്ലെസ് ഓഫ് ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഓർ സെയിൽ. പ്രൊഡക്ഷനും സെയിലും ഉള്ള മാറ്റം ഉണ്ടായാലും ഈ കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഉദാഹരണത്തിന് ഒരു റൂമിന്റെ റെന്റ്, പ്രോപ്പർട്ടി ടാക്സ്, ഇൻഷുറൻസ് പ്രീമിയം, സാലറീസ് ഓഫ് സർട്ടൻ എംപ്ലോയീസ്, ഇതിലൊന്നും മാറ്റം ഉണ്ടാവില്ലല്ലോ. ഒരു പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിൽ അവിടെയുള്ള നമ്മൾ ഒരു ബിൽഡിംഗ് വാടക എടുത്തിട്ടാണെങ്കിൽ അതിന്റെ റെന്റ് എന്തായിരിക്കും എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും, പ്രൊഡക്ഷൻ കൂട്ടിയാലും കുറഞ്ഞാൽ. ഇനി വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ഇൻ ഡയറക്റ്റ് പ്രപ്പോർഷൻ ടു ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഓർ സെയിൽ. പ്രൊഡക്ഷനും സെയിലും മാറിക്കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റിലുള്ള മാറ്റം ഉണ്ടാകുന്നതിന് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയാം. പ്രത്യേകിച്ച് റോ മെറ്റീരിയൽ നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ റോ മെറ്റീരിയൽ, അപ്പൊ അതിന്റെ കോസ്റ്റ് കൊടുക്കും. ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, സെയിൽസ് കമ്മീഷൻ. ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് റെഫേഴ്സ് ടു പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഓർ പ്രോഫിറ്റ് ലോസ് വെൻ ആൾട്ടർനേറ്റീവ് ഇസ് ചൂസൺ ഓർ അനദർ. ഇറ്റ് റെപ്രസെന്റ് നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർ ഗോൾ. നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ രണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒന്ന് നമ്മൾ എടുക്കും, മറ്റൊന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒഴിവാക്കും. ആ കോസ്റ്റിനെ എന്താ പറയുക, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സങ്ക് കോസ്റ്റ് ആർ കോസ്റ്റ് ദാറ്റ് ഹാവ് ആൾറെഡി ബീൻ ഇൻകേർഡ് ആൻഡ് കനോട്ട് ബി റിക്കവർഡ്. ആൾറെഡി ഇൻക്വയർ ചെയ്ത കോസ്റ്റ് ആണ്, അത് നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കില്ല. ഒരു ഉദാഹരണത്തിന് നമ്മൾ ഒരു സിനിമക്ക് 100 രൂപന്റെ ടിക്കറ്റ് എടുത്തു, പക്ഷെ ആ സിനിമ പോരാ, അപ്പൊ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ആൾറെഡി ഇൻക്വയർ ചെയ്ത കോസ്റ്റിനെ എന്താ പറയുക, സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഡിഷ് എടുക്കുക സങ്ക് കോസ്റ്റിന്റെ ബേസിലല്ല. Explicit cost are tangible and measurable monetary expense incurred by a business such as wage, rent, material. Explicit cost എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു മോണിറ്ററി എക്സ്പെൻസ് ഉണ്ടാകുന്ന കോസ്റ്റിനെ എന്താ പറയാ, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആണ് വേജ്, റെന്റ്, മെറ്റീരിയൽ. എന്നാൽ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് യൂസിങ് റിസോഴ്സ് ദാറ്റ് ബിസിനസ് ആൾറെഡി ഓൺ ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ എന്താ പറയാ, ഇംപ്ലിസിറ്റ് കോസ്റ്റ്. ഇഫ് എ ബിസിനസ് is on building for operation, the implicit cost would be potential rental income. It could have been earned by leasing that building. നമുക്ക് ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ നമ്മൾ ബിസിനസ് എടുത്താണ്, അവിടുന്ന് നമുക്ക് റെന്റൽ ഇൻകം കിട്ടണോ അല്ലെങ്കിൽ നമുക്ക് അത് ലീസിന് കൊടുക്കണോ എന്നുള്ള ഒരു രണ്ട് ചോയ്സ് ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു കോസ്റ്റിനെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. അപ്പൊ നമ്മൾ റെന്റൽ ഇൻകം കിട്ടുന്ന ലീസിന് ബിൽഡിംഗ് കൊടുക്കുന്നതിന് പകരം നമ്മൾ പൊട്ടൻഷ്യൽ റെന്റൽ ഇൻകം ആണ് എടുക്കണമെങ്കിൽ അവിടെയാണ് അതിനെ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയാം. ഇനി ടോട്ടൽ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് സം ഓഫ് ആൾ എക്സ്പെൻസ് ഇൻകേർഡ് ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഒരു പ്രൊഡക്ഷൻ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ കോസ്റ്റിനെ എന്ത് പറയാം, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയാം. ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ആഡ് ചെയ്തതാണ് ടോട്ടൽ കോസ്റ്റ്. അടുത്ത മാർജിനൽ കോസ്റ്റ് എന്ന് പറയാൻ അഡീഷണൽ കോസ്റ്റ് ഇൻകേർഡ് വെൻ പ്രൊഡ്യൂസിങ് 1 more യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. നമ്മൾ 10 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു, നമ്മൾ 11ാമത്തെ അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഡീഷണൽ ആയി ഉണ്ടാകുന്ന കോസ്റ്റിനെ എന്താ പറയാ, മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അത് ടോട്ടൽ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ക്യൂ. ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്വാണ്ടിറ്റി ആണ് ഇതിന്റെ മെഷർമെന്റ്. ഇനി ഷോർട്ട് റൺ കോസ്റ്റ് ഈസ് എ പീരീഡ് വെർ അറ്റ്ലീസ്റ്റ് വൺ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഫിക്സഡ്. നമ്മൾ ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, ലാൻഡ്, ലേബർ, ഇതുപോലുള്ള കാര്യങ്ങൾ. ഇതിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ എന്തായിരിക്കും ഫിക്സഡ് ആയിട്ടുള്ള ഇതിനെ എന്ത് പറയാ, ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയാം. ഏതെങ്കിലും അല്ലെങ്കിൽ രണ്ട് ലേബർ ആണ് എല്ലാവരും പോയി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയും, ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയും. നമ്മൾ ഫേം അഡ്ജസ്റ്റ് ചെയ്യുക വേരിയബിൾ ഇൻപുട്ട് ആണ്, ബട്ട് കനോട്ട് ചേഞ്ച് ഫിക്സഡ് ഇൻപുട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ലോങ് റൺ കോസ്റ്റ് എന്ന് പറയുന്നത് വേർ ആൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ വേരിയബിൾ. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും വേരിയബിൾ ആയിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. Meaning firms can adjust plant size adjust ചെയ്യാം, ടെക്നോളജി, ഇൻപുട്ട് കോമ്പിനേഷൻ. ദേ ആർ നോ ഫിക്സഡ് കോസ്റ്റ് ഇൻ ദ ലോങ് റണ്ണിൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടല്ല. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അടുത്ത നെക്സ്റ്റ് പ്രൊഡക്ഷൻ ആണ്. പ്രൊഡക്ഷൻ റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയാ, പ്രൊഡക്ഷൻ എന്ന് പറയാം. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, റോ മെറ്റീരിയൽ, ഇതാണ് ഇൻപുട്ട്. ഇത് ഗുഡ്സ് ആൻഡ് സർവീസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയാ, പ്രൊഡക്ഷൻ എന്ന് പറയാം. ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ നീഡ്സ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ദ function represent the relation between input factor and output level in given time period. ഒരു ടൈം പീരീഡിൽ ഇൻപുട്ട് ഫാക്ടേഴ്സും ഔട്ട്പുട്ട് ലെവലും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ എന്താ പറയാ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ഹൗ ഔട്ട്പുട്ട് ചേഞ്ച് വെൻ ഇൻപുട്ട് ക്വാണ്ടിറ്റീസ് ആർ altered.
Q is equal to function of labor, capital, raw material, technology. ഇനി ടോട്ടൽ പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്. ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗിവൺ എമൗണ്ട് ഓഫ് ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഔട്ട്പുട്ടിനെ എന്ന് പറയാം ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ദ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ഇൻപുട്ട്, ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഓഫ് ഇൻപുട്ട്. മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വൺ മോർ യൂണിറ്റ് അഡീഷണൽ ആയിട്ട് ഇൻപുട്ട് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഔട്ട്പുട്ടിൽ ടോട്ടൽ പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്ന മാറ്റത്തെ എന്ന് പറയാം മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയാം. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, ഷോർട്ട് റണ്ണിലുള്ള ഇതിനെ എന്താ പറയാ തിയറി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. വെൻ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഇൻക്രീസ്ഡ് വൈൽ കീപ്പിംഗ് അതർ ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ്. ഏതെങ്കിലും ഒരു വേരിയബിൾ ഫാക്ടർ ഇൻക്രീസ് ചെയ്യും, മറ്റതെല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദ ഫാക്ടർ ഇനീഷ്യലി ഇൻക്രീസ്. മാർജിനൽ പ്രൊഡക്റ്റ് ആദ്യത്തിൽ ഇൻക്രീസ് ചെയ്യും, ദെൻ ഡിക്രീസ് ചെയ്യും, പിന്നെ നെഗറ്റീവ് ആകും. അതിനെ എന്താ പറയാ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. മൂന്നെണ്ണം ഉള്ളത് ഇൻക്രീസ് റിട്ടേൺസ് ഫാക്ടർ. അവിടെ മാർജിനൽ പ്രൊഡക്റ്റ് റൈസ് ചെയ്യായിരിക്കും വേരിയബിൾ ഫാക്ടർ ആഡ് ചെയ്യുന്നതിന് കൂട്ടുന്നതിനനുസരിച്ച്. രണ്ടാമത്തെ സ്റ്റേജിൽ മാർജിനൽ പ്രൊഡക്റ്റ് എന്തായിരിക്കും ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും. ഇൻപുട്ട് കൂട്ടുന്നതിനനുസരിച്ച് ഡിക്ലൈൻ ചെയ്യാം മാർജിനൽ പ്രൊഡക്റ്റ്, പക്ഷേ പോസിറ്റീവ് ആയിരിക്കും. പിന്നെ മൂന്നാമത്തെ നെഗറ്റീവ് ആയിരിക്കും, മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആകാൻ തുടങ്ങും. ഓക്കെ, റിട്ടേൺസ് ടു സ്കെയിൽ ഇത് ലോങ് റണ്ണിലാണ്. ഇതെന്ന് പറയുന്നത് റിട്ടേൺസ് ടു സ്കെയിൽ റെഫേഴ്സ് ടു ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വെൻ ആൾ ഇൻപുട്ട് ആർ ഇൻക്രീസ്ഡ് പ്രൊപ്പോർഷനേറ്റ്ലി ഇൻ ദ ലോങ് റൺ. ലോങ് റണ്ണിൽ എല്ലാ ഇൻപുട്ടും ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് ഉണ്ടാകുന്ന ചേഞ്ചിനെ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഒന്ന് ഇൻക്രീസ് റിട്ടേൺസ് ടു സ്കെയിൽ, ഇൻക്രീസ് റിട്ടേൺസ് ടു സ്കെയിൽ, ഔട്ട്പുട്ട് ഇൻക്രീസ് മോർ ദാൻ ദ പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ഇൻ ഇൻപുട്ട്. ഇൻപുട്ട് കൂട്ടിനെക്കാട്ടിൽ പ്രൊപ്പോർഷനേറ്റ് അതിനെക്കാട്ടി കൂടുതലായിട്ട് ഔട്ട്പുട്ട് കൂടുക. 5% ഇൻപുട്ട് കൂട്ടിയപ്പോൾ 10% ഔട്ട്പുട്ട് കൂടുകയാണെങ്കിൽ ഇൻക്രീസ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയും. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് സെയിം പ്രൊപ്പോർഷനേറ്റിൽ ഔട്ട്പുട്ടും ഇൻപുട്ടും ഇൻക്രീസ്. 5% ഇൻപുട്ട് കൂട്ടിയപ്പോൾ ഔട്ട്പുട്ട് 5% കൂടുക. ഡിക്രീസ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയാം ഔട്ട്പുട്ട് ഇൻക്രീസ് ലെസ് ദാൻ ദ പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. ഇൻപുട്ട് കൂടുന്ന അത്ര പ്രൊപ്പോർഷനേറ്റ് ഔട്ട്പുട്ട് കൂട്ടാത്ത അവസ്ഥ എന്ന് പറയും, കൂടാത്ത അവസ്ഥ ഡിക്രീസ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് നമ്മൾ പറയാം. ഔട്ട്പുട്ട് 10%, ഇൻപുട്ട് 10% കൂടുമ്പോൾ ഔട്ട്പുട്ട് 5% കൂടുന്നുള്ളൂ. ഇനി റവന്യൂ. റവന്യൂ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ എ ഫേം ഫ്രം സെല്ലിംഗ് ഗുഡ്സ് ഓർ സർവീസ്. ഗുഡ്സ് ആൻഡ് സർവീസ് സെൽ ചെയ്യുമ്പോൾ അതിന് ഏൺ ചെയ്യുന്ന ഇൻകത്തെ എന്ന് പറയാം റവന്യൂ എന്ന് പറയാം. ഓക്കെ, അതിൽ ടോട്ടൽ റവന്യൂ ഉണ്ട്, ആവറേജ് റവന്യൂ ഉണ്ട്, മാർജിനൽ റവന്യൂ ഉണ്ട്. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ഓവറോൾ ഇൻകം ഓഫ് ഫേംസ് റിസീവ് ഫ്രം സെല്ലിംഗ് ഈസ് ഗുഡ്സ് ഓർ സർവീസ്. ഗുഡ്സ് ആൻഡ് സർവീസ് അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ഫേം വിൽക്കുമ്പോൾ അതിന് കിട്ടുന്ന ഓവറോൾ ഇൻകത്തെ എന്ന് പറയാം ടോട്ടൽ റവന്യൂ എന്ന് പറയാം. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് പ്രൈസിന്റെ ക്വാണ്ടിറ്റി ആണ്. ഒരു ഗുഡിന്റെ പ്രൈസും എത്രയാണോ വിറ്റത് അതിനനുസരിച്ചാണ് ടോട്ടൽ റവന്യൂ. ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് റവന്യൂ ഏൺഡ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് സോൾഡ്. ഔട്ട്പുട്ട് വിറ്റതിന് ഓരോ യൂണിറ്റിന്റെയും പെർ യൂണിറ്റ് ഓഫ് റവന്യൂനെ എന്താ പറയാ ആവറേജ് റവന്യൂ എന്ന് പറയാം. ടോട്ടൽ റവന്യൂ ഡിവൈഡ് ബൈ ക്യൂ. മാർജിനൽ റവന്യൂ എന്ന് പറയാം അഡീഷണൽ റവന്യൂ ഗെയിൻഡ് ഫ്രം സെല്ലിംഗ് വൺ മോർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. വൺ മോർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് സെല് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് കിട്ടിയ റവന്യൂവിനെ എന്ത് പറയാം മാർജിനൽ റവന്യൂ എന്ന് പറയാം. 10 വിറ്റപ്പോൾ 100 ആണ് നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടിയത്. 11ാമത്തെ വിറ്റപ്പോൾ 115 കിട്ടിയെങ്കിൽ 15 ആണ് അവിടുത്തെ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ നിങ്ങൾ 3 മാർക്സിന് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.